ചേട്ടാ നമസ്കാരം. നമസ്കാരം. പാക് സൈന്യത്തിൽ വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാന് ഒരു ദുരന്തം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാന്റെ സൈന്യത്തിലെ ജൂനിയർ ഓഫീസർമാർ കരസേനാ മേധാവിയായിട്ടുള്ള അസീം മുനീറിനെതിരെ ഒരു കലാപം അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം സൈന്യത്തിനകത്ത് തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ അസീം മുനീർ എന്ന് പറയുന്ന വ്യക്തി തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് ഒരു സൈന്യത്തെ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അതായത് പാകിസ്ഥാനിലെ ഇത്രയധികം ആൾക്കാർ കൊല്ലപ്പെടാനും, ഇപ്പൊ ബലൂചിസ്ഥാനിലൊക്കെ നടന്ന സംഭവം നമുക്കറിയാം. ജാഫർ എക്സ്പ്രസ് റാഞ്ചി കൊണ്ടുപോയി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ അവർ നേരിട്ടിട്ടും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ വെടിവെപ്പ് നടത്തുന്നു. ഇതൊന്നും പുറത്തു വന്നിട്ടില്ല. മീഡിയ എല്ലാം അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ജൂനിയർ ഓഫീസർമാർ ഇയാൾക്കെതിരെ രംഗത്ത് വന്നിട്ട് പറയാണ്, നിങ്ങളുടെ സമയം അവസാനിച്ചു, ദയവായി പുറത്തു പോകൂ. നിങ്ങൾ പുറത്തു പോയില്ലെങ്കിൽ നിങ്ങൾ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും. നിങ്ങൾ നമ്മുടെ സൈന്യത്തെ ഉപയോഗിക്കുന്നത് അനാവശ്യ കാര്യങ്ങൾക്കാണ്, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് പക പോക്കാൻ, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ. ഒരു സൈന്യത്തെ ഇങ്ങനെയല്ല ഉപയോഗിക്കേണ്ടതെന്നാണ് അവർ പറയുന്നത്. ഈ ബലൂചിസ്ഥാനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ സൈനികർ അവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ബലൂചിസ്ഥാനിൽ മരിക്കുന്നു, ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ മരിക്കുന്നു. അങ്ങനെ പാക് സൈന്യം പൂർണ്ണമായിട്ടും നാണം കെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് അവിടെ പാകിസ്ഥാൻ സൈന്യത്തിനകത്ത് തന്നെ ഒരു പ്രക്ഷോഭം ഉണ്ടായിരിക്കുന്നത്. സകല മേഖലകളിലും പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായി ഇരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ ഈ സൈന്യത്തിൽ കൂടെ ഒരു പ്രക്ഷോഭം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്താവും? ബിജുചേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇത്ര പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ അവിടെ സൈന്യം സാധാരണ ഭരണം പിടിക്കുകയാണ് പതിവെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ബിജുചേട്ടൻ പറഞ്ഞിരുന്നു. അപ്പം ഇവിടെ സൈന്യത്തിനകത്ത് തന്നെ പ്രക്ഷോഭമാണ്. അപ്പൊ ഒരു കാര്യം ആലോചിച്ച് നോക്കും, നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിന്റെ തലവൻ ആയിട്ടുള്ള ആർമി ചീഫായിട്ടുള്ള അയാൾ നിയന്ത്രിച്ചിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ അതിനെ തിരിച്ചുവിടുകയാണ് പട്ടാളത്തിനെ. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെ നടക്കുന്നതെന്നാണ് പറയുന്നത്. എന്താണ് പ്രതികരണം? നമ്മള് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ പാകിസ്ഥാനിലെ സംഭവം കാണുമ്പോൾ സാധാരണപ്പെട്ട ഒരാൾക്ക് തോന്നുന്ന ഒരു സംശയമുണ്ട്. കാരണം ഇന്ത്യയോടൊക്കെ ഏറ്റുമുട്ടാൻ നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. കാരണം ഇന്ത്യയുമായി ശത്രുത പുലർത്തുകയും ഇന്ത്യ തിരിച്ചടിക്കുമെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പൊ പോരാത്തതിൽ ചൈനയുമായിട്ടും നല്ല കണക്ഷൻസ് വെച്ച് പുലർത്തുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷെ ഇവിടെ ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ചരട് പൊട്ടിയ പട്ടം പോലെ ആഭ്യന്തര രംഗത്ത് യുദ്ധം തന്നെ നടക്കുമ്പോൾ അവിടെ പൊതുവെ ഈ നിർണായക ഘട്ടങ്ങളിലൊക്കെ അധികാരം കൈയാളുകൾ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്ന സൈന്യം വളരെ നിർജീവമാകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഓർമ്മ വരുന്ന സാധനം, നമ്മുടെ ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ട് പോയിട്ട് അതിൽ 212 സൈനികരെയാണ് അവർ കൊലപ്പെടുത്തിയത്. ആ സമയത്ത് അവരെ രക്ഷപ്പെടുത്താൻ ഒരു ശുഷ്കാന്തി സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തില്ല. ഒരൊറ്റ വീഡിയോ പോലും. കാരണം ഇപ്പൊ നമ്മുടെ ഇന്ത്യ തന്നെ ആണെങ്കിൽ ബാലാക്കോട്ട് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതിന്റെ വീഡിയോ പിന്നീട് പുറത്തുവിടുകയുണ്ടായി. ഇവര് പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ജാഫർ എക്സ്പ്രസിൽ ഞങ്ങൾ വലിയ കമാൻഡോ ഓപ്പറേഷൻ നടത്തിയെന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഒന്നും കാണുന്നില്ല. ഒരു ശുഷ്കാന്തി കാണുന്നില്ല. അവിടുത്തെ സൈന്യത്തിന്റെ ഭാഗത്ത് ഒരു ശുഷ്കാന്തിയോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. ബലൂചിസ്ഥാനിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനുദിനം പട്ടാളം ചത്തൊടുങ്ങുന്ന ഒരു കാഴ്ച ഈ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പറഞ്ഞ പാക് അധിനിവേശ കാശ്മീരിലൊക്കെ കണ്ടു. ഇതിനോടനുബന്ധിച്ച് തന്നെ കുറച്ചു നാൾക്ക് മുമ്പ് ഒരു വാർത്ത ഈ പാകിസ്ഥാനിൽ നിന്ന് വന്നിരുന്നു. ഈ പാകിസ്ഥാനിലെ ഈ സൈനിക മേധാവികളിൽ പലരും അവർക്ക് താല്പര്യം ഇപ്പോൾ ഈ ഭരണം നിയന്ത്രിച്ചിട്ട് ബിസിനസ് വളർത്തുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും രസകരമായ കാര്യം, ഇവരുടെ എല്ലാം ബിസിനസ് സാമ്രാജ്യങ്ങൾ ഉള്ളത് ഈ മറ്റ് രാജ്യങ്ങളിലാണ്, പ്രത്യേകിച്ച് പാകിസ്ഥാനിലല്ല. ഈ പാകിസ്ഥാനിൽ നിന്ന് ലൂട്ട് ചെയ്യുക, അവിടെ നിന്ന് അതിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് പോവുക. അതായത് ഭരിക്കാനാണ് അവർക്ക് ഇഷ്ടം. അങ്ങനെയാണ് അതിന്റെ തലക്കെട്ട് തന്നെ. ഇന്റർനാഷണൽ വാർത്തയായിരുന്നു, മീഡിയയിൽ വന്ന വാർത്ത. അതിന്റെ അവർ തലക്കെട്ട് തന്നെ ഇങ്ങനെയായിരുന്നു: പട്ടാളത്തിന്റെ മേധാവികൾക്കെല്ലാം ഇപ്പോൾ ഭരണത്തിലാണ് താല്പര്യം എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ ഇത് ഇപ്പൊ തുടങ്ങിയതാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം ഇമ്രാൻഖാൻ എന്ന് പറയുന്ന അവരുടെ പ്രധാനമന്ത്രി, സാധാരണ പാകിസ്ഥാന്റെ ഒക്കെ പ്രധാനമന്ത്രിമാര് ആ പദവി ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ജയിലിൽ പോവും, അല്ല എങ്കിൽ അവര് വിദേശത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ജയിലിൽ പോകുന്ന ആളുടെയും വിധി ദുർവിധി തന്നെ ആയിരിക്കും. ഒന്നുകിൽ അവർ തൂക്കിലേറ്റപ്പെടുകയോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അവരെ ഇല്ലാതാക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. ഇമ്രാൻഖാൻ എനിക്ക് തോന്നുന്നു പുറത്തു നിൽക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ശക്തനാണ് അകത്ത് കിടക്കുമ്പോഴും തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയൊക്കെ വളരെ ശക്തമായ രീതിയിൽ പ്രക്ഷോഭ പരിപാടികൾ പോകുന്നു. ഇസ്ലാമാബാദിലേക്കൊക്കെ അവർ നിരന്തരം വലിയ റാലികൾ നടത്തുന്നു. അപ്പൊ കുത്തഴിഞ്ഞ് നിൽക്കുന്ന ഒരു ക്രമസമാധാനമില്ല. നമുക്കറിയാം, എല്ലാ രാജ്യത്തിന്റെയും ലോ ആൻഡ് ഓർഡർ നോക്കുന്നത് പോലീസ് ആണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് സൈന്യവും പോലീസും ഒക്കെ ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെ എല്ലാം കുത്തഴിഞ്ഞ് നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ പട്ടാളത്തിന്റെ കലാപം. അത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇത്തരം വാർത്തകൾ വരുന്നു. നമുക്കറിയാം, ഈ സൈന്യത്തിനകത്തുള്ള വാർത്തകൾ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ഒരു മാധ്യമ പ്രവർത്തകന് അകത്ത് കടന്നിട്ട് ഇത് കണ്ടെത്താൻ കഴിയില്ല, ഇല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിന് കണ്ടെത്താൻ കഴിയില്ല. പകരം
ഈ പട്ടാളത്തിനകത്തുള്ളവർക്ക് മാത്രമാണ് അകത്തെ രഹസ്യങ്ങൾ പുറത്തേക്ക് കിട്ടുന്നത്. അപ്പോഴാണ് ആ വാർത്തയുടെ ഹെഡിങ് തന്നെ അതായിരുന്നു, പാകിസ്ഥാന്റെ സൈന്യ മേധാവികൾക്കെല്ലാം ബിസിനസ്സിലും ഭരണത്തിലുമാണ് താല്പര്യം. അവർക്ക് പലർക്കും വിദേശ രാജ്യങ്ങളിൽ വലിയ ബിസിനസ്സുകളും ഷെയർ ബിസിനസ്സുകളും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ പുറത്തു വരുന്ന പുതിയ വാർത്തയും അത്തരത്തിൽ തന്നെയാണ്. കാരണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയാണ് എന്ന് തന്നെയാണ് അതിൽ വരുന്നത്. അതുമാത്രവുമല്ല, സൈന്യത്തിന്റെ ഒരു മൗനം, അത് ഭയങ്കരമായ ഒരു മൗനമാണ് പാകിസ്ഥാനിൽ. സാധാരണഗതിയിൽ ഇതിന് മുമ്പൊക്കെ ഇരുന്ന സൈന്യ മേധാവികൾ പ്രസ്താവനയെങ്കിലും ഇറക്കുന്നുണ്ടെങ്കിൽ ഒരൊറ്റ പ്രസ്താവന പോലും സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് വന്നില്ല. എന്തിനേറെ പറഞ്ഞു, ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ട് പോയിട്ട് പോലും അവരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നു, അതിന്റെ ഒരു ഓപ്പറേഷൻ തുടങ്ങുന്നു, ഒന്നുമില്ല. അവിടുത്തെ ചില മാധ്യമങ്ങൾ ഈ വാർത്ത നൽകുന്നു എന്നുള്ളത് ഇതിലും വളരെ രസകരമാണ്. അവിടുത്തെ ഈ ജിയോ ന്യൂസ് ആയാലും മറ്റ് മാധ്യമങ്ങൾ ഡോണൊക്കെ ആയാൽ തന്നെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ ഉള്ള വാർത്തകള് ക്രിക്കറ്റ് കളിയെ കുറിച്ചും മറ്റുമൊക്കെ ഉള്ള വാർത്തകളാണ് അതിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു വാർത്തകളും വരുന്നില്ല. ബലൂചിസ്ഥാനിലെ സംഭവങ്ങൾ വരുന്നില്ല, മറ്റൊന്നും വരുന്നില്ല. അവിടെ അവർ കളിയെ IPL കുറിച്ച് പറയുന്നു, മറ്റ് ചില സ്പോർട്സിനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില കൗതുകകരവും രസകരവുമായ ചില വാർത്തകൾ തന്നെയാണ് അവിടുത്തെ ഒരു മെയിൻ സ്ഥാനം പിടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഏതാണ്ട് ഈ പാകിസ്ഥാനിലെ കലാപം കൂടി പൂർത്തിയാകുന്ന പാകിസ്ഥാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു പിളർപ്പിന്റെ വക്കിലേക്ക് നീങ്ങുകയാണ് എന്നാണ് തോന്നുന്നത്. കാരണം ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പട്ടാളമാണ്. പട്ടാളത്തിന്റെ കെട്ടുറപ്പിനെ സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു. അതിൽ കുത്തൊഴിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ. ഇപ്പൊ ഈ ജൂനിയർ ഓഫീസേഴ്സ് എല്ലാം കൂടെ സീനിയറിനെതിരെയാണ് പരാതിയുമായിട്ട് വരുന്നത്. പക്ഷെ നമുക്കിത് കേട്ടുകേൾവി പോലും ലോകത്തൊരിടത്തും ഒരു രാജ്യത്തും നമ്മളിത് കേട്ടുകേൾവി ഇല്ലാത്തൊരു കാര്യമാണ്. ജൂനിയേഴ്സ്, അത് ഒരു ഉദ്യോഗസ്ഥനല്ല, ഒരു പറ്റം ഉദ്യോഗസ്ഥന്മാരാണ് കത്തെഴുതിയിരിക്കുന്നത്. അല്ല, കൊല്ലപ്പെടുന്നത് മുഴുവൻ ജൂനിയർ ഉദ്യോഗസ്ഥരാണല്ലോ. ജൂനിയർ പട്ടാളക്കാരാണല്ലോ കൊല്ലപ്പെടുന്നത്. സീനിയേഴ്സിന് അവിടെ എന്താണ് ഒരു ആജ്ഞ കൊടുക്കുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ. അപ്പൊ എവരാണ് ഫീൽഡിലോട്ട് പോകുന്നത്. അപ്പൊ ഫീൽഡിലോട്ട് പോകുമ്പോൾ അവിടുത്തെ സ്ഥിതി വ്യത്യസ്തമാണ്. അല്ല, അതിനകത്ത് അവർ എടുത്തു പറഞ്ഞ കാര്യമുണ്ട്. ആ കത്തിനകത്ത് യാചിക്കുകയല്ല അവർ ചെയ്യുന്നത്. അവരതിൽ പറയുന്നത് നിങ്ങൾ രാജിവെച്ച് പോകണം, പോയില്ലെങ്കിൽ നിങ്ങളെ പുറത്ത് കളയാനുള്ള വഴി ഞങ്ങൾ നോക്കുമെന്നാണ് പറയുന്നത്. ഇതില് നമുക്ക് കേട്ടുകേഴ്വി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം ഇതിനേക്കാൾ കുത്തൊഴിഞ്ഞു കിടക്കുന്ന പല രാജ്യങ്ങളുണ്ട്. അവിടത്തെ പോലും സൈന്യത്തിനകത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു വിമർശനം വന്നിട്ടില്ല. ഇവിടെ അതാ മുന്നറിയിപ്പാണ് കൊടുക്കുന്നത്. അല്ല, സാധാരണ ഇപ്പം നമ്മുടെ പട്ടാളക്കാർ ഒരുപാട് മരിക്കുന്നു, അതുകൊണ്ട് നമ്മുടെ ഓപ്പറേഷന്റെ പ്ലാനുകളെല്ലാം മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ രീതികൾ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അത് തിരുത്തണമെന്നല്ല അവിടെ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് രാജിവെച്ച് പുറത്തു പോകണം, ഇല്ലെങ്കിൽ നിങ്ങളെ മാറ്റാനുള്ള പണി ഞങ്ങൾ നോക്കും എന്നാണ് ജൂനിയർ ഓഫീസേഴ്സ് പറയുമ്പോൾ അതിനർത്ഥം ആ പട്ടാളത്തിനകത്ത് കൃത്യമായ സ്പ്ലിറ്റ് ഉണ്ടെന്ന് തന്നെയാണ്, വാണിംഗ് ആണ്. നമുക്ക് ഇവിടെ ഫോഴ്സുകളുണ്ട്, പോലീസുണ്ട്, നമുക്ക് പട്ടാളമുണ്ട്. അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെയുള്ള ഒരു വിഭാഗം ഇവിടുത്തെ ADGPക്ക് എതിരെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾ ആ സ്ഥാനം വിട്ടുപോകണം, ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പുറത്താകാനുള്ള വഴി നോക്കും എന്ന് പറയുന്നൊന്നും അത് നോക്കിക്കുക നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഇത് നടക്കുന്നത് പാക് പട്ടാളത്തിലാണെന്നും കൂടെ ആലോചിക്കണം. പാക് പട്ടാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദുർബലരാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവർക്ക് കുറെയൊക്കെ കെട്ടുറപ്പോട് കൊടുത്തിന് അവർ പോകുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും. പാക് സൈന്യം ഭരണകൂടം പലപ്പോഴും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ പാക് സൈന്യം എപ്പോഴും നമുക്ക് ഒരു കെട്ടുറപ്പിലാണെന്നെങ്കിലും. പക്ഷെ പിന്നീട് ഇതിന്റെ മറ്റൊരു പ്രധാന പ്രശ്നം വെച്ചാൽ നമ്മുടെ പോലത്തെ ഒരു സൈനിക സംവിധാനമല്ല പാകിസ്ഥാനുള്ളത്. പാകിസ്ഥാനിൽ ഓരോ പ്രവിശ്യയെ കണക്ക് കൂട്ടിക്കൊണ്ട് ആ പ്രവിശ്യയിൽ നിന്ന് എടുക്കുന്ന ആൾക്കാരെ വെച്ചിട്ടാണ് അവര് സൈന്യത്തിന്റെ ഇതിൽ പോകുന്നത്. ഇതിൽ കുറച്ചധികം പേര് കൂലിപ്പട്ടാളക്കാരാണ് ഈ ബോർഡറിലും മറ്റുമൊക്കെ വിന്യസിച്ചിരിക്കുന്നതിൽ അധികം പേര്. അതുകൊണ്ട് തന്നെയാണ് ഈ അതിർത്തിയിലും മറ്റും വെടിവെപ്പ് നടന്ന് ഈ പട്ടാളക്കാരൊക്കെ ഈ പാക് പട്ടാളത്തിന്റെ കൊല്ലപ്പെടുമ്പോൾ അവർക്ക് അതിനകത്ത് വലിയ ദുഃഖമോ നടുക്കമോ ഒന്നും രേഖപ്പെടുത്താറ്. പിന്നെ അവരുടെ ഈ റേഞ്ചേഴ്സ് ഉണ്ട്, അതായത് അവരുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ, അതിനകത്തൊക്കെ 1-2 പേര് കൊല്ലപ്പെടുമ്പോൾ മാത്രമേ അവർക്ക് എന്തെങ്കിലും വേദനയുള്ളൂ. അല്ലാതെ അവർ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം പോലും പറയാറില്ല. അതായത് ഈ തീവ്രവാദികളായിട്ട് നിൽക്കുന്നവരെയൊക്കെ ചുമ്മാതെ കൊണ്ട് നിർത്തുന്ന ഒരു രീതി അവർക്കുണ്ട്. അവരെ കൊണ്ടൊക്കെയാണ് പലപ്പോഴും ഈ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നത്. കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധമില്ലല്ലോ എന്താ ചെയ്യുന്നത്. അവരാണ് ഈ അതിർത്തിയിലുള്ള സൈനിക ചെക്ക് പോസ്റ്റുകളിലും മറ്റുമൊക്കെ, അതായത് ബങ്കറുകളിലും മറ്റുമൊക്കെ ഇവരെ കൊണ്ടാണ് കൂടുതൽ ഇടുന്നത്. കാരണം ഇന്ത്യ ഇപ്പൊ പഴയതുപോലെയല്ല. കാരണം ഇങ്ങോട്ട് ഒരു വെടിയാണ് വെക്കുന്നെങ്കിൽ അവിടെ അപ്പുറത്ത് ബങ്കർ തകർത്ത് കളയുന്ന രീതിയിലുള്ള തിരിച്ചടിയാണ് കൊടുക്കുന്നത്. അപ്പൊ അതിനകത്തൊക്കെ ഈ പാവങ്ങളെ കൊണ്ട് നിർത്തിയിട്ടാണ് അവർ പോകുന്നത്. അത് ഇപ്പോഴല്ല, നേരത്തെ മുതലേ അവർ ആ ഒരു മെത്തേഡിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴിത് അതിന്റെ കെട്ടുറപ്പ് മൊത്തത്തിൽ നശിച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൽ പല സൈനിക മേധാവികൾ രാജ്യം വിടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പാകിസ്ഥാനിൽ സൈനിക മേധാവികൾ. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇന്റർനാഷണൽ മീഡിയ നൽകിയ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ. ഇതിനകത്ത് പല സൈനിക മേധാവികൾക്കും ഭരണത്തിലാണ് താല്പര്യം, ഇവർ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അധികം വൈകാതെ നമുക്ക് കേൾക്കാൻ കഴിയുന്ന വാർത്ത കുറഞ്ഞത് ഒരു 5-6 സൈനിക മേധാവികളെങ്കിലും പാകിസ്ഥാനിൽ നിന്ന് സ്ഥലം കാലിയാക്കും. അതോടുകൂടി പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട വലിയൊരു പ്രശ്നമുണ്ട്. കാരണം ഇന്ത്യക്കാണ് അപ്പോഴും ഒരു തലവേദന വരുന്നത്. കാരണം പാക് സൈന്യം ദുർബലമായി കഴിഞ്ഞാൽ ഈ പാക് സൈന്യത്തിന്റെ കയ്യിലുള്ള ഉൾപ്പെടെയുള്ള ആയുധങ്ങളും മറ്റും ചെന്ന് ചേരുന്നത്
തീവ്രവാദികളിലേക്കാണ്. തീവ്രവാദ അതെ. സംഘടന ശക്തമായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവരുടെ കയ്യിലേക്കാണ് ചെന്ന് ചേരുന്നത്. അതൊരു ഭയാനകമായ അവസ്ഥയിലാണ്. അത് മുമ്പും ഇന്റർനാഷണൽ മീഡിയാസ് പറയുന്നുണ്ട്. പാക് പട്ടാളം ദുർബലമായി കഴിഞ്ഞാൽ അവരുടെ ആണവായുധങ്ങൾ പോലും ഈ ഭീകരരുടെ കരങ്ങളിൽ എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് അത്. ഈ അതെ അതെ വളരെ ഇമ്പോർട്ടന്റ്. പാകിസ്ഥാൻ പട്ടാളം ദുർബലപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് നമ്മളാണ്. കാരണം ഒരു പട്ടാളം ഉള്ളപ്പോൾ കുറെ വകതിരിവോടായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ ആണവായുധങ്ങൾ ഉൾപ്പെടെ ഈ ഭീകരന്മാരുടെ കയ്യിലേക്ക്, അല്ലെങ്കിൽ അവർ നിയന്ത്രിക്കുന്ന ഒരു സേനയുടെ കയ്യിലേക്കാണ് എത്തുന്നതെങ്കിൽ അത് വലിയ തിരിച്ചടി തന്നെ ലോകത്തിന് സംഭവിക്കും. കാരണം ഇവർ എങ്ങോട്ടൊക്കെയാണ് ഇത് പ്രയോഗിക്കുക എന്ന് നമുക്ക് ഒരിക്കലും പറയാനോ ചിന്തിക്കാനോ കഴിയില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ മനസ്സിൽ ഇപ്പോഴേ ചിന്തിക്കുന്നത് ഇവന്മാരെ എങ്ങനെ ഒന്ന് ലെവലാക്കി കൊണ്ടുപോകാന്നായിരിക്കില്ല. അത് ഇവന്മാരെ അടിക്കണമെന്നൊരു ചിന്ത ഇപ്പൊ ഇന്ത്യക്ക് കാണത്തില്ല. ഈ പ്രാന്തന്മാരെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് സമാധാനിപ്പിച്ച് ഒതുക്കി കൊണ്ടുപോകണമല്ലോ എന്നൊരു ചിന്തയായിരിക്കും ചിലപ്പോൾ ഇന്ത്യക്കുള്ളത്. കാരണം അതേപോലെ ആയിക്കഴിഞ്ഞിരിക്കും. ഇത് വലിയ ഒരു വാർത്ത തന്നെയാണ്. ഇതിന്റെ ഒരു പരിണത ഫലം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. കാരണം അവിടെ സേനയ്ക്ക് വലിയ ദുർബലമാകാലോ തകർന്നാലോ അത് പാകിസ്ഥാനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് ബാധിക്കും. കാരണം ഈ പാക് പട്ടാളത്തിന്റെ കയ്യിലുള്ള, മുമ്പ് നമ്മൾ ഇത്തരം വാർത്തകൾ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2-3 വർഷം മുമ്പ് ഈ പാകിസ്ഥാന്റെ സൈനിക ആയുധം കയറ്റിപ്പോയ ട്രക്ക് തടഞ്ഞു നിർത്തി കൊള്ളയടിച്ചുകൊണ്ട് പോകും. ആലോചിച്ച് നോക്കുക, സൈനിക വാഹനം തടഞ്ഞു നിർത്തി കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് ഇന്റർനാഷണൽ മീഡിയാസിൽ വന്നതാണ്. ഈ ആണവ ആയുധങ്ങൾ ഭീകരരുടെ പക്കൽ എത്തുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം. അതായത് ഒരു വലിയ വാർത്ത തന്നെയാണ്. ഞാനിത് നമ്മുടെ വേറെ മാധ്യമങ്ങളൊന്നും കണ്ടില്ല, നാഷണൽ മീഡിയാസിൽ ആണെന്ന് തോന്നുന്നല്ലേ വാർത്ത വന്നത്. അതെ അതെ അതെ. വളരെ കുറച്ച് മാധ്യമങ്ങൾ വാർത്ത ഇപ്പം അല്ലേ, കുറച്ച് മാധ്യമങ്ങൾ മാത്രമേ പാകിസ്ഥാനിലെ പാകിസ്ഥാനിലെ വാർത്ത, ബംഗ്ലാദേശിലെ വാർത്തയൊക്കെ വളരെ കുറച്ച് മാധ്യമങ്ങൾ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളത് ന്യൂസ് ഇന്ത്യ മലയാളം അത് നിരന്തരം പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അടക്കം വാർത്തകൾ കൊടുക്കുന്നു, ചൈനയിലെ വാർത്തകൾ. നമ്മൾ നാഷണൽ ഇന്റർനാഷണൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഇവിടെയുള്ള മാധ്യമങ്ങൾ കൊടുക്കാത്തതുകൊണ്ട് ചില ആൾക്കാർക്ക് അതിൽ വിശ്വാസം വന്നില്ല എന്ന് പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇത് നമ്മൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ നമ്മുടെ ബലൂചിസ്ഥാനിൽ നിന്നൊക്കെ ഉള്ള ഭയങ്കര സെൻസറിങ് ഉണ്ടായെന്ന് തോന്നുന്നു. അവിടെ നിന്നും ഒരു വാർത്ത പോലും പുറത്തു പോകുന്നില്ല. അതെ, ബലൂചിസ്ഥാനില് പാകിസ്ഥാൻ സർക്കാർ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുക, മീഡിയ ബ്ലോക്ക് ചെയ്തിരിക്കുക. ബലൂചിസ്ഥാനിലെ വിഷ്വൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്തു വരുന്നില്ല. പിന്നെ നമ്മൾ വിഷ്വൽസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വിഷ്വൽ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചില ആൾക്കാർ ഈ മണ്ടൻ ചോദ്യമായിട്ട് രംഗത്തെത്താറുണ്ട്. ഇത് ഡിജിറ്റൽ യുഗമാണ്. ഇപ്പോ ഈ ഇന്ത്യയിൽ ഇപ്പം മണിപ്പൂര് സർക്കാർ ആദ്യം പോയിട്ട് എന്താണ് അവിടെ ചെയ്യുന്നത്? അവിടെ ഇന്റർനെറ്റ് കട്ട് ചെയ്തിടുക ചെയ്യുന്നത്. കാരണം അവിടുത്തെ വിഷ്വൽസ് ഒന്നും അതാണ് എങ്കിലും അവിടെ ആൾക്കാർ പോയി വീഡിയോ ഷൂട്ട് ചെയ്ത് പുറത്ത് വന്നിട്ട് ഇന്റർനെറ്റിലൂടെ ആ വിഷ്വൽസ് പുറത്തു വിടുന്നുണ്ട്. ആ വിഷ്വൽസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്. ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആയിട്ടുള്ള വിഷ്വൽസ് എടുത്ത് അതിൽ ഗൂഗിൾ റിവേഴ്സ് ഇമേജ് നടത്തി അത് കൃത്യമായിട്ട് അത് ക്രെഡിബിൾ ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പൊ ഈ ബുദ്ധി അവർക്കില്ലാതെ പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇന്ത്യക്കും അതിൽ ഭയക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യ ഇപ്പൊ തന്നെ നിരീക്ഷണം തുടങ്ങിക്കാണ് പാകിസ്ഥാനിൽ. നമ്മുടെ അജ്ഞാതന്മാർ ഒരുപാടുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ ഇത് കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും എന്നാണ് എന്റെ ഒരു നിഗമനം. എന്തായാലും താങ്ക് യു വിളിച്ചേട്ടാ, താങ്ക് യു സോ മച്ച്.